ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശ് യാദർച്ഛികമായിരുന്നില്ല. ലോകത്തോട് അനുരൂപപ്പെടുന്ന വ്യക്തികൾക്കും സമൂഹത്തിനും ക്രൂശിൻ്റെ മർമ്മം ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കും ശേഷമുള്ള വലിയ ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ. ഗൾഫ് മേഖലകളിൽ അശാന്തിയുടെയും യുദ്ധഭീതിയുടെയും നടുവിലാണ് ഈ വർഷത്തെ ഈ വലിയ ദിവസങ്ങൾ കടന്നു പോകുന്നത്. നാം ജീവിക്കുന്ന ഈ രാജ്യത്ത് സുരക്ഷിതർ എന്ന് നാം കരുതുന്നുവെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്നത്. 1 മുതൽ 23 വരെയുള്ള ഭാഗത്ത് പെസഹ പെരുന്നാളും ആയതിൻ്റെ ക്രമീകരണങ്ങളും വിവരിക്കുന്നു. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളിൽ വലിയവൻ ആരെന്ന ചോദ്യത്തിനും സംശയത്തിനും ക്രിസ്തു നൽകുന്ന മറുപടിയാകുന്നു. ഈ വേദഭാഗത്ത് പറയുന്ന 2 കാര്യങ്ങളും ഓരോ പെസഹ പെരുന്നാൾ അനുഷ്ഠിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊപ്പം പെസഹ പെരുന്നാൾ കഴിപ്പാൻ തക്കവണ്ണം യേശുതമ്പുരാൻ വാഞ്ചിച്ചു എന്ന്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും സംഹാര ദൂതനിൽ നിന്നും ഉള്ള വിടുതൽ. ഇസ്രയേൽ ജനതയ്ക്ക് പെസഹ പെരുന്നാളിൻ്റെ പ്രാധാന്യത അറിയാം. തങ്ങളുടെ പൂർവികരെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിൻ്റെ കരുതൽ അവർക്ക് ഏറെ അറിയാം. ഇവിടെ പുതിയ നിയമത്തിൽ യേശുതമ്പുരാൻ പഴയ നിയമത്തിലെ ഹോമജന്തുക്കളുടെ ബലികൾക്ക് പകരം അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും പറഞ്ഞ് പുതിയ ഉടമ്പടി നൽകുന്നു. നമ്മുടെ പാപം വഹിച്ച് ദൈവത്തോട് നിരപ്പാക്കുന്ന പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ പെരുന്നാൾ വ്യക്തിപരമായ മോചനം മാത്രമല്ല, മാനവകുലത്തിൻ്റെ മോചനമാണ് ലക്ഷ്യം. പാപത്തിൻ്റെ സകല അവശിഷ്ടത്തെയും ദുരാഗ്രഹത്തെയും നീക്കിക്കൊണ്ട് ക്രിസ്തു പെസഹ കുഞ്ഞാടായി, ഊനമില്ലാത്ത കുഞ്ഞാടായി അറുക്കപ്പെടുന്നു. ഞാനും നിങ്ങളും പെസഹ പെരുന്നാൾ അർപ്പിക്കുമ്പോൾ, അതിൽ സംബന്ധിക്കുമ്പോൾ ആദ്യ പെസഹായുടെ അനുഭവം സ്വാധീനിക്കുന്നതിനും സാംശീകരിക്കുന്നതിനും നമുക്ക് ഇടയാകണം. തങ്ങളിൽ വലിയവൻ ആരെ എന്ന ശിഷ്യന്മാരുടെ തർക്കത്തിനും യേശുതമ്പുരാൻ ഉത്തരം നൽകുന്നു. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായി തീരണം. തൻ്റെ പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അവിടുന്ന് കാണിച്ച് കൊടുക്കുകയാകുന്നു. അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത പുതിയ മാതൃക ഗുരു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിക്കുന്നു. താഴ്മയുടെയും എളിമയുടെയും മാതൃക. ഇങ്ങനെ ക്രിസ്തു സ്വഭാവം നമ്മിൽ പകർത്തി താതാത്മ്യപ്പെടുമ്പോൾ മാത്രമേ കാൽവറി യാഗത്തിൻ്റെ ആഴം നമ്മുടെ മനസ്സുകളിൽ രൂപാന്തരം വരുത്തുകയുള്ളൂ. ഗോകുൽത്തായിലെ പരമയാഗത്തിൻ്റെ അനുസ്മരണം കേവലം അനുഷ്ഠാനമായി തീരരുത്. ക്രിസ്തുനാഥൻ നമ്മോട് കാണിച്ച പരമ സ്നേഹമത്രേ അത്. ആ ദൈവകൃപകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അതിന് ഇടയാക്കും.